ഹായ് എവരിവൺ, വെൽക്കം ടു യൂറോപ്യൻ ലൈഫ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ടൊരു പുതിയ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെൽത്ത് ഇൻഷുറൻസിന് യൂറോപ്യൻ കൺട്രീസിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, എസ്പെഷ്യലി ഇൻ ജർമ്മനി. സോ ബേസിക്കലി ജർമ്മനിയിൽ രണ്ട് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണുള്ളത്. ഒന്നിൽ നിങ്ങളൊരു പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് ഹോൾഡർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഹോൾഡർ ആയിരിക്കണം. സോ നമ്മൾ ഒരു 28, 29 അല്ലെങ്കിൽ 29 വയസ്സിന് ശേഷം ഒരു സ്റ്റുഡൻ്റായിട്ട് ജർമ്മനിയിലേക്ക് വരുമ്പം നമുക്കൊരു പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഡയറക്റ്റ് ആയിട്ട് പറ്റത്തില്ല. എസ്പെഷ്യലി ആഫ്റ്റർ 29 അവർ കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ സ്റ്റുഡൻസും ഇവിടെ ഒരു 29 ഏജിന് ശേഷം അല്ലെങ്കിൽ ഒരു 29 to 30 ആ ഏജിൽ വരുന്നവർ എപ്പോഴും ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുന്നത്. സോ കമ്പയർ ടു പബ്ലിക് ഇൻഷുറൻസ്, പ്രൈവറ്റ് ഇൻഷുറൻസിന് കോസ്റ്റ് കുറവാണ്, വളരെ കുറവാണ്. 40 to 50 euros ഒക്കെ ആവുന്നുള്ളൂ. ദ സെയിം ടൈം നമ്മളൊരു പബ്ലിക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു 127 to 130 euros ആകും. ഇത് ഡിപ്പെൻഡിങ് അപ്പോൺ നമ്മുടെ ഏജസ് ആണ് കേട്ടോ. സോ എന്താണ് ഇവിടെ ഒരു പ്രശ്നം വരിക എന്ന് പറയുന്നത്, നമ്മൾ ഒരു സ്റ്റുഡൻ്റായിട്ട് ജർമ്മനിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പാർട്ട് ടൈം മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ. സോ പാർട്ട് ടൈമിന് പോകുമ്പം നമ്മുടെ എംപ്ലോയർ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് തരും. അവർ പറയുന്ന ക്രൈറ്റീരിയാസ് നമ്മൾ മീറ്റ് ചെയ്യണം. അതിൽ വൺ ഓഫ് ദ ക്രൈറ്റീരിയ ആണ് നമ്മളൊരു പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് ഹോൾഡർ ആയിരിക്കണം. മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് പറയുന്ന കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. ചില കമ്പനീസ് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഓക്കെയാണ്, ബട്ട് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് പറയുന്നത് ഒരു പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യണം. ബേസിക്കലി ഹെൽത്ത് ഇൻഷുറൻസ് എംപ്ലോയേഴ്സും എംപ്ലോയിയും തമ്മിൽ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എംപ്ലോയറിന് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. പക്ഷേ ഈ 29 to 30 ആ ഏജ് ആകുമ്പം നമ്മൾ ഡയറക്റ്റായിട്ട് പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പം അവർ കുറച്ച് ക്രൈറ്റീരിയാസ് പറയും. അവർ പറയും മേ ബി 20 hours മുകളിൽ വേണം, അങ്ങനെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പാർട്ട് ടൈം എന്ന് പറയുന്നത് വിത്തിൻ 20 hours per week ആണ്. സോ ചില കേസിൽ ഡയറക്റ്റ്ലി നമ്മുടെ എംപ്ലോയർ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു തരും. ആ ഒരു കേസിൽ പ്രോബ്ലം വരുന്നില്ല. പക്ഷെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻഡിവിജ്വലായിട്ട് പോയി എടുക്കുമ്പം ചില ഇഷ്യൂസ് വരാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വഴി ഞാനത് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പക്ഷേ AOK എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് ഹോൾഡറാണ്. നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് കുറച്ച് ഡീറ്റെയിൽസൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഇപ്പം അവർ നമുക്കത് ആക്ച്വലി ആഫ്റ്റർ 30 അവർ തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് ഗോഡ്. പക്ഷേ ആരൊക്കെ ഒരു 29 കഴിഞ്ഞിട്ട് വരുന്നുണ്ടോ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം. ഞാൻ ആക്ച്വലി എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് ഹോൾഡർ ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇവിടെ വന്നതിന് ശേഷം അത് ചേഞ്ച് ചെയ്യുക ആഫ്റ്റർ 29 or 30 എന്ന് പറയുന്നത് ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കാരണം ഇവിടെ ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് ടാസ്ക്. അതിൻ്റെ കൂടെ ഓൾറെഡി എംപ്ലോയറിനെ കിട്ടിയതിന് ശേഷം അവർ ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് മീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഒരു സ്റ്റുഡൻറ്റ് കാറ്റഗറിയിലേക്ക് ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് കാറ്റഗറി ഒന്ന് ആ ഒരു ഏരിയനെ കുറിച്ച് ഒന്ന് നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് വരണം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.